ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പഴുത്ത ചക്ക കൊണ്ട് സിമ്പിളായിട്ടുള്ളൊരു ജ്യൂസാണ്. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നതാണ് ചക്ക കൊണ്ട് ജ്യൂസ്, ചക്ക കുരു കൊണ്ട് ജ്യൂസൊക്കെ. അപ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ട് നമുക്കത് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 6 ചക്കച്ചുളയാണ് എടുത്തിട്ടുള്ളത്. കുരുവൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഒരു വലിയ ഗ്ലാസ് ജ്യൂസിലേക്കുള്ള അളവാണ് ഞാൻ പറയുന്നത്. 6 ചക്കച്ചുള, അത് അത്യാവശ്യം നല്ല മധുരമുള്ള ചക്കച്ചുളയാണ്. പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ അതനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ഇടാം. അതിലേക്ക് ഞാൻ 4 അണ്ടിപ്പരിപ്പ് ഇടുന്നുണ്ട്. 4 5 ഒക്കെ ഇടാം. ഇനി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അണ്ടിപ്പരിപ്പ് ഇല്ലെങ്കിലും ഒഴിവാക്കാം. ഏലക്കായ 2 ഇടുന്നുണ്ട്. കുറച്ച് ഒരു ഏലക്കായുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഒരെണ്ണമായാലും കുഴപ്പമില്ല. പിന്നെ ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, പഞ്ചസാരയുടെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനൊരു 1.25 ടീസ്പൂൺ ഇടുന്നുണ്ട്. മധുരം നല്ല ഉള്ള ചക്കയാണെങ്കിൽ അത്രയൊന്നും ഇടണം എന്നില്ല. പിന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പാലാണ്. ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു വലിയ ഗ്ലാസ് ജ്യൂസിലേക്ക് 1/4 കപ്പ് പാലാണ് ഒഴിക്കുന്നത്. ബാക്കി നമുക്ക് വെള്ളം ഒഴിച്ചാൽ മതി. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ പണി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. നമ്മൾ അണ്ടിപ്പരിപ്പ് ചേർക്കുന്നത് കാരണം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ വരും. ഇനി അണ്ടിപ്പരിപ്പ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് ജ്യൂസ് ഇത് ഉണ്ടാക്കാതെ ഇരിക്കേണ്ട. എന്നാൽ പോലും നല്ല ടേസ്റ്റാണ്. ഏലക്കായും പഞ്ചസാരയും മാത്രം ഇട്ടാലും നല്ല ടേസ്റ്റാണ്. ഈ പാലില്ലെങ്കിൽ അതും ഒഴിവാക്കാം. എല്ലാം കൂടി ഉണ്ടാകുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റാണെന്ന് മാത്രം. എല്ലാം കൂടി അരിച്ചെടുത്തു, ഗ്ലാസ്സിലേക്ക് മാറ്റി. പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഒരു ജ്യൂസ് അടിക്കണം തോന്നിയാൽ ചക്ക ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. ഞാൻ മുമ്പും ചക്ക വിഭവങ്ങൾ ഒരുപാടെണ്ണം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടമായാൽ. താങ്ക് യു.